Hi all, welcome to Learnino. നമുക്ക് ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷനിലെ ഒരു ടോപ്പിക് നോക്കാം. കലോമൽ ഇലക്ട്രോഡ്. നമ്മൾ ആൾറെഡി റെഫറൻസ് ഇലക്ട്രോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത റെഫറൻസ് ഇലക്ട്രോഡാണ് കലോമൽ ഇലക്ട്രോഡ്. എന്താണ് കലോമൽ ഇലക്ട്രോഡ്? It consists of a glass tube at the bottom of which a small amount of mercury is placed. ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഒരു മെർക്കുറി പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് കലോമൽ എന്ന പേര് വരാൻ കാരണം. ദിസ് ഈസ് കവേർഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് മെർക്കുറസ് ക്ലോറൈഡ്. ഇതിനെ മൊത്തത്തിൽ മെർക്കുറസ് ക്ലോറൈഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. which is in contact with a solution of KCl. ഇതെല്ലാം കൂടെ KCl സൊല്യൂഷനിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. A platinum wire is dipped into the mercury layer makes it electrical contact. ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി ഒരു പ്ലാറ്റിനം വയറും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുക, ഗ്ലാസ് ട്യൂബിൻ്റെ ബോട്ടത്തിൽ മെർക്കുറി, അതിനെ കവർ ചെയ്തുകൊണ്ട് മെർക്കുറസ് ക്ലോറൈഡ്, ഇതെല്ലാം കൂടെ KCl സൊല്യൂഷനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി ഒരു പ്ലാറ്റിനം വയറും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓവറാൾ അറേഞ്ച്മെൻറ്റ്. ഇവിടെ നമുക്ക് മെർക്കുറി ഉണ്ട്, ഇതിന് മുകളിൽ പേസ്റ്റ് ഓഫ് മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. ദെൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് KCl, ഇതിനകത്തൂടെ പ്ലാറ്റിനം വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ സോൾട്ട് ബ്രിഡ്ജ് വെക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതാണ് കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. കലോമൽ ഇലക്ട്രോണിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: പ്ലാറ്റിനം, Hg2Cl2 KCl. ദെൻ അവരുടെ നെർൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള നെർൺസ്റ്റ് ഇക്വേഷൻ ഈ കലോമൽ ഈസ് ഈക്വൽ ടു കലോമൽ മൈനസ് E0 കലോമൽ മൈനസ് 2.303 RT/2F × log. നമ്മളിപ്പോൾ ആനോഡ് ബൈ കാഥോഡ് എഴുതുന്നതിന് പകരം KClന്റെ കോൺസെൻട്രേഷൻ മാത്രമാണ് നമ്മളിവിടെ എടുക്കാറ്. പിന്നീട് അത് നമുക്കറിയാം എന്താണ്, കോൺസ്റ്റന്റ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0.0591 എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് വരും. അവിടെ നമ്മൾ എടുക്കുക ലോഗ് Cl മൈനസ് ആണ്. നമുക്ക് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അത് ഈസി ടു സെറ്റപ്പ് ആണ്. അതിൻ്റെ EMF ഒരിക്കലും കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ആവത്തില്ല. ഇനി ഇവരുടെ ഓക്സിഡേഷൻ എടുക്കുക. എല്ലാ സെല്ലുകൾക്കും ഓക്സിഡേഷനും റിഡക്ഷനും കാണും. ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിഡേഷനിൽ 2Hg gives 2Hg++2 ഇലക്ട്രോൺ, 2Hg++2 Cl- gives Hg2Cl2. അതായത് മെർക്കുറി Hg+ ആവും. എങ്ങനെ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. ഈ Hg+ നമ്മുടെ എന്താണ് Cl-ഉമായിട്ട്, ഇവിടെ നമുക്ക് Cl ഉണ്ട്, Cl ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് മെർക്കുറസ് ക്ലോറൈഡ് ആയിട്ട് മാറും. ഇതാണ് ഓക്സിഡേഷൻ. ഇനി ഇതിനെ നമ്മൾ കൂട്ടി, അതായത് ലെഫ്റ്റ് കൂട്ടി ലെഫ്റ്റിൽ എഴുതുക, റൈറ്റ് കൂട്ടി റൈറ്റിൽ എഴുതുമ്പോൾ നമുക്ക് ഓവറാൾ റിയാക്ഷൻ കിട്ടും. ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഓവറാൾ കിട്ടും. ലൈക്വൈസ് നമ്മൾ റിഡക്ഷൻ എഴുതുക. ഈ ഓക്സിഡേഷനെ നേരെ തിരിച്ചെഴുതുന്നതാണ് റിഡക്ഷൻ. അപ്പോൾ അതായത് Hg2Cl2 gives 2Hg++2 Cl-. ഇനി നമ്മളിവിടെ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ മെർക്കുറി എന്ത് ചെയ്യും, സ്വീകരിച്ച് മെർക്കുറി ആയിട്ട് മാറും. അവരുടെയും ഓവറാൾ റിഡക്ഷൻ റിയാക്ഷൻ എഴുതുക. ഓക്കെ, ജസ്റ്റ് ഓക്സിഡേഷന്റെ റിവേഴ്സ് ആയിരിക്കും റിഡക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ക്ലോറൈഡ് അയോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കലോമൽ ഇലക്ട്രോഡിന്റെ ഇക്വേഷൻ വരുന്നത്. ദെൻ വർക്കിംഗ് ഓഫ് എ കലോമൽ ഇലക്ട്രോഡ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോലെ തന്നെയാണ് കലോമൽ ഇലക്ട്രോഡിന്റെ വർക്കിംഗ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ സിങ്കിൻ്റെ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കലോമൽ ഇലക്ട്രോഡുമായിട്ട് സിങ്ക് എന്ത് ചെയ്യുക, കപ്പിൾ ചെയ്യുക. നമ്മൾ SH പഠിച്ചപ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0 വോൾട്ട് ആയിരുന്നു. ഇവിടെ 0.2422 വോൾട്ട് ആണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സിങ്കിനെ ആനോഡായിട്ട് എടുക്കാം, കലോമൽ ഇലക്ട്രോണിനെ നമുക്ക് കാഥോഡായിട്ട് എടുക്കാം. അപ്പോൾ സിങ്ക് കപ്പിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഇനി കോപ്പർ ആയിരുന്നെങ്കിൽ കോപ്പറിനെ കാഥോഡായിട്ട് എടുക്കാമായിരുന്നു, കലോമൽ ഇലക്ട്രോണിനെ ആനോഡായിട്ട് എടുക്കാമായിരുന്നു. കപ്പിൾ ചെയ്യുന്ന ആളുടെ ഇതനുസരിച്ചിട്ടിരിക്കും കലോമൽ ഇലക്ട്രോഡ് ആനോഡ് ആകണമോ കാഥോഡ് ആകണമോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് കണക്റ്റഡ് വിത്ത് അവർ കലോമൽ ഇലക്ട്രോഡ്. അപ്പം ദിസ് ആക്ട് ആസ് ആനോഡ് ആൻഡ് ദിസ് ആക്ട് ആസ് കാഥോഡ്. ദെൻ നെക്സ്റ്റ് ഇലക്ട്രോഡ് ആണ് ഗ്ലാസ് ഇലക്ട്രോഡ്.
അതൊരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ്. അവര് അയോൺ സെലക്റ്റീവ് ആണ്, അതായത് എപ്പോഴും H+ അയോൺസിന് മാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. പേര് പോലെ തന്നെ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ ഗ്ലാസ് ഓഫ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഉള്ള ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇലക്ട്രോഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. In the form of a sealed glass tube filled with 0.1 molar HCl. 0.1 molar HCl fill ചെയ്തിട്ടുള്ള ഒരു സീൽഡ് ഗ്ലാസ് ട്യൂബ് നകത്ത് ഈ 0.1 മോളാർ HCl എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. The inner surface of the glass is in contact with the AgCl coated with the silver electrode or platinum electrode. അതായത് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി സിൽവറോ പ്ലാറ്റിനമോ അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. When a glass electrode is immersed in another solution whose pH value is to be determined, a potential difference develops between two surfaces of the membrane. അപ്പോൾ ഈ pH വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം pH എന്ന് പറയുമ്പോഴത്തേക്കിന് 7 കുറവാണെങ്കിൽ അത് ആസിഡ്, 7 ആണെങ്കിൽ ന്യൂട്രല്, 7 കൂടുതലാണെങ്കിൽ അത് ബേസ്. ആ ഒരു രീതിയിലാണ് നമ്മൾ pH കണ്ടുപിടിക്കുന്നത്. അപ്പോൾ pH കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഗ്ലാസ് ഇലക്ട്രോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് pH കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനിൽ എന്ത് ചെയ്യാം, ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ആ സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഈ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ആ ടിപ്പിലും നമ്മുടെ സൊല്യൂഷന്റെ ടിപ്പും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. അതായത് ഈ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഔട്ടർ സർഫസിലെ കോൺസെൻട്രേഷനും ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇന്നർ സർഫസിലെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ആ സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നർ സർഫസ് ഓഫ് ദ ഗ്ലാസ് ഇലക്ട്രോഡും ഔട്ടർ സർഫസും തമ്മിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സൊല്യൂഷൻ്റെ വേണമെങ്കിലും pH കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് pH-ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EG, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് ഈക്വൽ ടു E0G മൈനസ് 0.0591 pH. ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഇതാണ് ആ സ്പെഷ്യലി ഡെവലപ്ഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 0.1 മോളാർ HCl ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാറ്റിനം വയർ ഉണ്ട് ഓർ സിൽവർ ഉണ്ട്. ദെൻ ഈ ഒരു സൊല്യൂഷന്റെ pH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഗ്ലാസ് ഇലക്ട്രോണിനെ ഇവിടെ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇവരുടെ ടിപ്പും ഇന്നർ ടിപ്പും ഔട്ടറും തമ്മിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് pH കണ്ടുപിടിക്കാനും പറ്റും. Glass electrode can be used to determine pH of a solution. It can be used in colored, turbid or colloidal solution. Colored lo, turbid lo, colloidal solution lo ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. The electrode can be represented PT 0.1 molar HCl glass test solution H+. അതായത് ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ pH ആണോ കണ്ടുപിടിക്കേണ്ടത് അവരാണ് ടെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും കൂടെ എടുത്ത് എഴുതുമ്പോൾ അതിന്റെ സെൽ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് pH കണ്ടുപിടിക്കുക? The solution to which pH is calculated is taken in a beaker. ഇപ്പോൾ എനിക്കൊരു സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കണം, അതിനൊരു ബീക്കറിൽ എടുക്കുക. ആ സൊല്യൂഷനെ നമുക്ക് ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. Test solution containing H+ ions. In order to measure pH of the glass electrode, it is directly placed in test solution and coupled with calomel electrode. അപ്പോൾ നമുക്ക് ഇപ്പോൾ pH കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ ആണ് ടെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് മാത്രം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് കപ്പിൾഡ് വിത്ത് calomel electrode. ഗ്ലാസ് ഇലക്ട്രോഡിനെ ആരുമായിട്ട് കപ്പിൾ ചെയ്യണം? calomel ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യണം. ദെൻ നമുക്ക് കാഥോഡും കിട്ടി, ആനോഡും കിട്ടി. calomel ഇലക്ട്രോഡാണ് കാഥോഡ്, ആനോഡ് ആരാണ്? ഗ്ലാസ് ഇലക്ട്രോഡാണ്. അല്ലാതെ ഗ്ലാസ് ഇലക്ട്രോഡ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ pH കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ കാഥോഡ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് E0 സെൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ calomel is equal to 0.2422 നമുക്ക് ആൾറെഡി നോൺ ആണ്. ഇനി ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു. EG is equal to E0G minus 0.0591 into
pH. നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസും കൂടെ ഇവിടെ പ്ലസ് ആയി. നമുക്കിതിൽ നിന്ന് വേണ്ടത് pH ആണ്. സോ pH is equal to, ഇവിടെ ഒരു pH ഉണ്ട് കേട്ടോ, pH is equal to ECell plus E0G minus 0.2422 divided by 0.0591. അതായത് എന്ത് ചെയ്യുക, ഈ ടേമിനെ ഇങ്ങ് അപ്പുറം കൊണ്ടുപോവുക, ദെൻ അതിൽ നിന്ന് pH മാത്രം എടുക്കുക. pH is equal to, ഇവിടെ ഒരു pH ദാറ്റ്. അപ്പോൾ ആ ഒരു ടേമിനെ അങ്ങ് pH 0.0591 pH ഈ ടേമിനെ അങ്ങ് ഇപ്പുറം കൊണ്ടുവരിക. സോ അവിടുന്ന് pH is equal to ECell plus E0G minus 0.2422 divided by 0.0591. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സൊല്യൂഷൻ്റെയും pH കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡിന്റെ pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓക്സിഡൈസിങ്, റെഡ്യൂസിങ്, കളേർഡ് സൊല്യൂഷൻ ഏതൊരു സൊല്യൂഷനിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1 to 9 pHൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി സ്പെഷ്യലി മെയ്ഡ് ഗ്ലാസ് ആണെങ്കിൽ അത് 12 pH വരെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. അപ്പോൾ നമ്മൾ ആദ്യം കലോമൽ ഇലക്ട്രോഡ് പഠിച്ചു, ദെൻ ഗ്ലാസ് ഇലക്ട്രോഡ് പഠിച്ചു. കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0.2422 വോൾട്ട്. അത് വെച്ചിട്ട് നമുക്ക് SH എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതുപോലെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഗ്ലാസ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് അൺനോൺ pH കണ്ടുപിടിക്കാൻ പറ്റും. pHന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, താങ്ക് യു.